ഹലോ ഗായ്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്കറിയാം നെറ്റ് പരീക്ഷയ്ക്ക് ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളുടെ നെറ്റിൻ്റെ സബ്ജക്റ്റ് വൈസ് ടൈം ടേബിൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഒരു വൈകുന്നേരത്തോടെയാണ് ടൈം ടേബിൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈം ടേബിളിലേക്കൊന്ന് ചെല്ലാം. ഓക്കെ, പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ 22 തന്നെയാണ് നമ്മളുടെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ 2 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. മോർണിംഗ് ഷിഫ്റ്റും ഉണ്ടാവും, ഈവനിങ് ഷിഫ്റ്റും ഉണ്ടാവും. മോർണിംഗ് 9 to 12 ഈവനിങ് 3 to 6 ആയിരിക്കും എക്സാംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 22 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മെയിനായിട്ട് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ എപ്പോഴും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലാംഗ്വേജസിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അതിനുശേഷം 22 ശേഷം 23 തന്നെ അടുത്ത എക്സാമും ഉണ്ടാവും. അവിടെയും കുറച്ച് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളായ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ഇലക്ട്രോണിക് സയൻസ്, വുമൺ സ്റ്റഡീസ്, അതേപോലുള്ള സബ്ജക്ട്സും നമുക്ക് 23 തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് 24 അടുപ്പിച്ച് 24 തന്നെ അടുത്ത എക്സാം വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, കമ്പാരറ്റീവ് സ്റ്റഡീസ്, ജാപ്പനീസ്, ഡോഗ്രി. അടുത്തതായി ഈവനിങ് ഷിഫ്റ്റിൽ കോമേഴ്സ്. ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികൾ, കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു സ്ട്രീമാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. കോമേഴ്സ് 24 തന്നെയാണ് വരുന്നത്. ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്, ഇന്ത്യൻ കൾച്ചർ, ബുദ്ധിസ്റ്റ്, രാജസ്ഥാനി, ലിംഗ്വിസ്റ്റിക്സ്, ഇതേപോലുള്ള സബ്ജക്ട്സ് ആണ് 24 വരുന്നത്. അടുത്തത് 25നും ലാംഗ്വേജ്, ഇംഗ്ലീഷ് മെയിനായിട്ട് കുറേ കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു എക്സാമാണ് നെറ്റിൻ്റെ ഇംഗ്ലീഷ് എക്സാം. അത് 25 വരുന്നത്. അതേപോലെ തന്നെ ചൈനീസ്, കൊങ്കണി, സ്പാനിഷ്, കാശ്മീരി. ഈവനിങ് ഷിഫ്റ്റിൽ വരുമ്പോൾ ഹിസ്റ്ററി, പാലി, പ്രാകൃത്, കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ഇങ്ങനത്തെ സബ്ജക്ട്സ് ആണ് 25 വരുന്നത്. 25 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസത്തെ ബ്രേക്ക് കിട്ടും. അതായത് 29 വരുന്ന എക്സാംസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കുറച്ച് ലക്ക് ഉണ്ടെന്ന് ഞാൻ പറയും. കാര്യം നമുക്ക് എന്താണ്, ഒരു 3 day ഗ്യാപ്പ് അവിടെ കിട്ടുകയാണ്. ഓക്കെ, അത് 3 day അവിടെ 29 വരുന്ന സബ്ജക്ട്സ് ഹിന്ദി, അറബ് കൾച്ചർ, ഇന്ത്യൻ നോളജ്, മണിപ്പൂരി, കന്നഡ, ജർമ്മൻ, സിന്ധി, ഫ്രഞ്ച്. അതേപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റിൽ സൈക്കോളജി, അറബിക്, മാനേജ്മെൻറ്റ്, കുറേ, അത് നേരത്തെ കൊമേഴ്സ് പറഞ്ഞ പോലെ തന്നെ കുറേ കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു സബ്ജക്ട്സ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. മാനേജ്മെൻറ്റ് ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, സാൻസ്ക്രിറ്റ്, ആയുർവേദ, ബയോളജി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതൊക്കെ 29 ഈവനിങ് ഷിഫ്റ്റിൽ വരുന്ന എക്സാംസ് ആണ്. ഓക്കെ, 29 കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ 30 എക്സാംസ് ഉണ്ട്. എക്കണോമിക്സും ധാരാളം കാൻഡിഡേറ്റ്സ് എഴുതുന്നൊരു എക്സാമാണ്. എക്കണോമിക്സ് വരുന്നത് 30 അതേപോലെ എൻവയൺമെൻറ്റ് സ്റ്റഡീസ്, ഹിന്ദു സ്റ്റഡീസ്, ആന്ത്രപ്പോളജി, അതേപോലുള്ള പൊളിറ്റിക്സ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതേപോലുള്ള വിഷയങ്ങളൊക്കെ കാലത്തും. ആസാമീസ്, സോഷ്യോളജി, യോഗ, ടൂറിസം അഡ്മിനിസ്ട്രേഷൻ, അഡൽട്ട് എഡ്യൂക്കേഷൻ, ഒറിയ, സോഷ്യൽ മെഡിസിൻ, സ്റ്റാറ്റിസ്റ്റിക്സും ഫോറസ്ട്രിയും പുതിയതായിട്ട് ഇത്തവണ UGC പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 സബ്ജക്ട്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സും ഫോറസ്ട്രിയും. അത് 30 ഈവനിങ് ഷിഫ്റ്റ് 3 to 6 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ് വൈസ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വൈസ് ടൈം ടേബിളിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വ്യൂ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 150 ഡേയുടെ ലോങ് ബാച്ച് നമ്മൾ ഉടൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, DYQ അനാലിസിസ്, മോക്ക് എക്സാംസ്, മെൻറ്റർഷിപ്സ്, ഇവയൊക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഫീച്ചേഴ്സ് ആണ്. PhD ഹോൾഡേഴ്സും JRF ഹോൾഡേഴ്സുമായിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസും സ്കിൽഡുമായിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ കൂടെ എന്തായാലും നിങ്ങൾക്ക് UGC നെറ്റ് JRF ഡിസംബർ സൈക്കിൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റിൻ്റെ കോഴ്സസ് ഇംഗ്ലീഷ്, മലയാളം, കോമേഴ്സ്, മാനേജ്മെൻറ്റ്, എക്കണോമിക്സ് ആൻഡ് പേപ്പർ 1 ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ CCയിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ ലോങ് ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇനി എന്തായാലും ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ജൂണിലെ ഡിസംബർ സൈക്കിളിലെ എക്സാം നിങ്ങൾക്ക് എന്തായാലും JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തവണത്തെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.